പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ വളരെ രൂക്ഷമായ കുറവുണ്ട്. അത് ഏറ്റവും കൂടുതൽ കുറവുള്ളത് മലപ്പുറം ജില്ലയിലാണ്. രണ്ടാമത് പാലക്കാടാണ്. അതുപോലെ തന്നെ കോഴിക്കോട് കുറവുണ്ട്. കണ്ണൂരും കാസർഗോഡും വയനാടും കുറവുണ്ട്. ഇതൊരു വസ്തുതയാണ് സാർ. അങ്ങേക്ക് എഴുതി തന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തെ മുഴുവൻ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അതിന്റെ കണക്ക് പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത് കുറവില്ല എന്ന് പറയുന്നത്? സാർ, ഇവിടെ 4,25,863 കുട്ടികൾ SSLC പാസ്സായതിൽ 2,31,000 കുട്ടികൾ മലബാറിലെ 6 ജില്ലകളിലാണ്. അവിടെ 1,00,000-ഓളം കുട്ടികൾക്കാണ് സാർ പഠിക്കാൻ ഇപ്പൊ സീറ്റില്ലാത്തത്. ഇത് ക്രൂരമായ വിവേചനമാണ്. 2021 LDF-ന്റെ പ്രകടന പത്രിക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ സീറ്റുകളുടെ കുറവില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറയേണ്ട കാര്യമില്ലല്ലോ. മലബാറിലെ സീറ്റ് കുറവ് ക്ഷാമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പരിഹരിക്കും. 2021 ശേഷം 3 കൊല്ലം പിന്നിടുന്നു. നിങ്ങളത് പരിശോധിച്ചോ? മന്ത്രി പറഞ്ഞു ഇത് കഴിഞ്ഞ കാലങ്ങളിൽ പറയാറുള്ളതാണ്, സീറ്റിന്റെ കുറവില്ലാന്ന്. നിങ്ങൾ നിയമിച്ച കാർത്തികേയൻ കമ്മിറ്റി ആ റിപ്പോർട്ട് എവിടെ? ആ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കി. കഴിഞ്ഞ 2023 കാർത്തികേയൻ കമ്മിറ്റി ഇങ്ങനെ +2 സീറ്റുകളുടെ കുറവുണ്ടോ മലബാറിൽ എന്ന് പരിശോധിച്ചു. കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. മലപ്പുറത്ത് കുറവുണ്ട്, പാലക്കാട് കുറവുണ്ട്, അതുപോലെ കണ്ണൂരിൽ കുറവുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാസർഗോഡ് ഉൾപ്പെടെ വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ കുറവുണ്ട്. 150 അഡീഷണൽ ബാച്ച്. ഞങ്ങൾ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. എങ്കിൽ പോലും കാർത്തികേയൻ കമ്മിറ്റിയിൽ എന്താ പറഞ്ഞത്? 150 അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കണം. അനുവദിച്ചോ? നിങ്ങൾ പൂഴ്ത്തിവെച്ചില്ലേ? പിന്നെ ഇനി ഞാൻ ഈ സംസ്ഥാന തലത്തിലുള്ള അന്തരങ്ങൾ പറഞ്ഞ് തെക്കും വടക്കും ഒരു പ്രശ്നം ഉണ്ടാക്കലൊന്നും ഞങ്ങളെ ലക്ഷ്യമില്ലാത്തതുകൊണ്ട് ഞാനത് പർവ്വതീകരിച്ച് പറയുന്നില്ല. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, തെക്കൻ ജില്ലകളിൽ 20ഉം 10ഉം കുട്ടികൾ പഠിക്കുന്ന +2 ബാച്ചുകൾ ഉണ്ട്. അത് റീഅറേഞ്ച് ചെയ്യണം. അത് വടക്കോട്ട് കൊടുക്കണം. അത് ഞങ്ങൾ ഇനി പറഞ്ഞിട്ട് തെക്കും വടക്കും തമ്മിൽ കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവേണ്ട. സീറ്റ് അവിടെ നിന്നോട്ടെ. പക്ഷേ ഇത് പരിഹരിക്കണ്ടേ? അതിനുള്ള മാന്യത ഞങ്ങൾ കാണിക്കുകയാണ്. സത്യത്തിൽ എന്താ വേണ്ടത്? 10 കുട്ടികളുടെ ബാച്ച് എടുത്തിട്ട് മലബാറിലേക്ക് കൊടുക്കണം എന്ന് പറയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു വാദം ഉണ്ടാക്കിയിട്ട് ആ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അത് പറയാത്തത്. പക്ഷേ മലബാറിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കേണ്ട സാർ. വിദ്യാഭ്യാസം ഇന്ന് അവകാശമാണ്. എന്താ അവകാശം? ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ -2 മുതൽ +2 വരെയാണ് സാർ. ആ -2 മുതൽ +2 വരെ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2വിലേക്ക് അവന്റെ പഠനം നമ്മൾ മുടക്കുകയാണ്. അത് വിദ്യാഭ്യാസ അവകാശത്തിന്റെ ലംഘനമാണ്. അതിന് ഈ ജാതി കണക്കുകൾ പറഞ്ഞ് ആ മുടക്കലിനെ ന്യായീകരിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു തരാൻ കഴിയില്ല സാർ. ഇവിടെ മലബാറിൽ 1,00,000-ഓളം വിദ്യാർത്ഥികൾ ഇന്ന് പ്രയാസത്തിൽ തന്നെയാണ്. ഇന്നലെ ചില ചാനലുകളിൽ കാണിച്ചല്ലോ ചില കുട്ടികളെ full A+. ഞാൻ ഈ പറഞ്ഞ പോലെ നാട്ടിലെ സ്കൂള്, പഠിച്ച സ്കൂള്, സ്വന്തം പഞ്ചായത്ത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിട്ടില്ല, സെക്കൻഡിൽ വരുമെന്ന് തോന്നുന്നില്ല. അപ്പോ ഇവിടെ വളരെ വലിയ പ്രതിസന്ധികളുണ്ട്. എന്താ ഈ പ്രതിസന്ധിയുടെ തുടക്കം എവിടെയെന്ന് അറിയുന്നത്? ഈ പ്രതിസന്ധിയുടെ തുടക്കം 998 കേരളം പൂർണ്ണമായും +2വിലേക്ക് മാറിയത്. അന്ന് ബാച്ചുകൾ അനുവദിച്ചപ്പോ വടക്കൻ ജില്ലകളിൽ അനുവദിച്ച് തെക്കൻ ജില്ലകളിൽ അനുവദിച്ചതിന്റെ പകുതിയാണ് തൃശ്ശൂരിൽ നിന്ന് വടക്കോട്ട് കൊടുത്തത്. പിന്നീട് വന്ന LDF സർക്കാരുകൾ അതിൽ കാര്യമായൊന്നും ചെയ്തില്ല. UDF സർക്കാരുകൾ ആ അന്തരം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1400 ബാച്ചുകൾ അനുവദിച്ചു. അതുവഴി 1,00,000-ഓളം കുട്ടികൾക്ക് പുതുതായി അവസരം കിട്ടി. ഞങ്ങളൊന്നും ചെയ്യാതെ ഉള്ളത് പറയുന്നത്, ഞങ്ങൾ ചെയ്തിട്ടാ പറയണത്. 1400 ബാച്ച് കൊടുത്തു, 1,00,000 അന്ന് നമുക്ക് കിട്ടി. നിങ്ങൾ ഈ കഴിഞ്ഞ 8 കൊല്ലം ഒരൊറ്റ ബാച്ച് കൊടുത്തില്ല. അതിന് നിങ്ങൾ പറയുന്ന കാരണം എന്താ? നിങ്ങൾ പറയുന്ന കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ്. പക്ഷെ അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം മുടക്കാൻ പറ്റും സാർ? ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനും സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും ഇടയിലുള്ള പാലമാണ്. ആ പാലം കടക്കാൻ 1,00,000-ഓളം കുട്ടികളെ ഓരോ കൊല്ലവും നിങ്ങൾ അനുവദിക്കാതിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ ക്രൂരതയാണ്. അത് വലിയ അവകാശ നിഷേധമാണ് സാർ. എങ്ങനെ ഇത് ന്യായീകരിക്കാൻ സാധിക്കും? 8 കൊല്ലത്തിൽ നിങ്ങൾ 1000 ബാർ കൊടുത്തില്ലേ?
ഞങ്ങൾ ഈ ഭരണത്ത് പോകുമ്പോൾ 27 ബാറേ കേരളത്തിലുള്ളൂ. ഇന്ന് 1000 ചില ബാറുണ്ട്. 8 കൊല്ലം കൊണ്ട് 1000 ബാർ കൊടുത്ത നിങ്ങൾ 8 കൊല്ലത്തിനുള്ളിൽ കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു ഇല്ല. പിന്നെ പറയുന്നത് മാർജിനൽ ഇൻക്രീസ് ഉണ്ടെന്നാ. മാർജിനൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? 50 കുട്ടി പഠിക്കേണ്ട ക്ലാസ്സിൽ 65 കുട്ടിയെ പഠിപ്പിക്കുകയാണ് മാർജിനൽ ഇൻക്രീസ്. മാഷ് മൈക്ക് എടുത്ത് സംസാരിക്കേണ്ടി വരും. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അധ്യാപക വിദ്യാർത്ഥി അനുപാതം എത്ര? 1:40 ആണ്. 40 കുട്ടിക്ക് ഒരു അധ്യാപകൻ. അതാണ് ഈ ന്യായം. ആ സ്ഥാനത്താണ് ഇവിടെ കാസർഗോഡൊക്കെ. ഇപ്പൊ എന്റെ സ്നേഹിതൻ അഷ്റഫ് പറഞ്ഞു, ചില സ്പെഷ്യൽ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ ഒരു ക്ലാസ്സിൽ 75 കുട്ടികളാണ്. 75 കുട്ടിയെ എങ്ങനെയാണ് സാർ ഒരു അധ്യാപകൻ പിന്നെ പരിപാലിക്കുക സാർ? അപ്പോ അതൊക്കെ ഏറെ പ്രതിഷേധാർഹമാണ്. പിന്നെ ദുർവ്യയം നടത്തുന്ന ഒരു സർക്കാരിന് ഇതിന് മാത്രം പൈസ ഇല്ല. ഇവിടെ വലിയൊരു കണക്ക് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അഡീഷണൽ ബാച്ച് കൊടുത്തതിന് ഞങ്ങൾക്ക് 20 കോടി ചെലവായത്. കേരളീയം നടത്തി നിങ്ങൾക്ക് 27 കോടിയോ ചെലവാക്കിയത്. കണക്ക് പ്രകാരം എന്ത് കാര്യം ഉണ്ടായി? ഈ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഒരുക്കിയതിന് 20 കോടി കൊടുത്തതാണ് വലിയ നഷ്ടമായിട്ട് നിങ്ങൾ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ദൂർത്തുകളുടെ കണക്ക് ഒരുപാട് ഇവിടെ പറയാനുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അതിനുള്ള തക്കതായ മറുപടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ നടത്തിയ ജനസമ്പർക്ക പരിപാടിയും നവകേരള സദസ്സും കേരളീയവും 1.5 കോടിന്റെ ബസ്സും KV തോമസിന്റെ നിയമനം തൊട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഖജനാവിലെ പണം ദൂർത്തടിക്കാൻ പറ്റോ കോടികളുടെ പരസ്യം ചെയ്തത്, ഇതൊക്കെ ചെയ്ത ആൾക്കാർ ആ കുട്ടികളുടെ പഠനം പറയുമ്പോൾ ഈ ജാതി കള്ളക്കണക്കുകൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ നേരിടാൻ ശ്രമിച്ച അത് നടക്കൂല സർ. ഇവിടെ സീറ്റ് ക്ഷാമത്തിന്റെ ശരിയായ കണക്ക് ഞാൻ പറയാം സർ. ഇത് സർക്കാർ സൈറ്റിൽ നിന്ന് എടുത്താണ്. ഇവിടെ മന്ത്രി പ്രസംഗിച്ചതിൽ പലതും സർക്കാരിലെ വെബ്സൈറ്റിലെ ഫിഗറിനെതിരാണ്. അതുകൂടി ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഓർമ്മപ്പെടുത്തണം. പാലക്കാട് 39,661 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 39,539 പേരും പാസ്സായി. അതാണ് ഇപ്പൊ എല്ലാവരും പാസ്സാണ് കാലാണ്. 100% മന്ത്രി തന്നെ പറഞ്ഞു 99.69 എന്ന് പറഞ്ഞാൽ ശതമാനത്തിന്റെ കുറവേ ഉള്ളൂ. പരീക്ഷ കഴിഞ്ഞാൽ ആ കുട്ടിയും ജയിക്കും. അവിടെ മാർജിനൽ ഇൻക്രീസ് ഇല്ലെങ്കിൽ 13,664 സീറ്റിന്റെ കുറവുണ്ട്. നിങ്ങൾ പറയുന്ന മാർജിനൽ ഇൻക്രീസ് 30% കൊടുത്താൽ 60,074 കുറവുണ്ട്. മലപ്പുറം ജില്ല ഏറ്റവും രൂക്ഷമായ പ്രശ്നമുള്ളത് മലപ്പുറം ജില്ലയിലാണ്. കൂടുതൽ കുട്ടികളും അവിടെ തന്നെയാണ്. അവിടെ ടോട്ടൽ സീറ്റുകളുടെ അവൈലബിലിറ്റി ഉള്ളത് 57,325. നിങ്ങൾ ഈ അൺഎയ്ഡഡിലെ കുറെ സമയം പോയി സാർ. കുറെ അൺഎയ്ഡഡിലെ കണക്കാണ് പറയുന്നത് സാർ. അവിടെ യഥാർത്ഥത്തിൽ 22,405 സീറ്റിന്റെ കുറവുണ്ട് സാർ. കോഴിക്കോട് 3,151 സീറ്റിന്റെ കുറവുണ്ട്. വയനാട് സർക്കാർ സൈറ്റ് പ്രകാരം തന്നെ 368 സീറ്റിന്റെ കുറവുണ്ട്.